ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നിപ്പോൾ ഒരു പുതിയ വ്ളോഗ് ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ വൈശാഖിൻ്റെ തറവാടും അതുപോലെ തന്നെ ചളവറയിലുള്ള ക്ഷേത്രത്തിൻ്റെയൊക്കെ കാഴ്ചകളോട് കൂടിയിട്ടുള്ള ഒരു മഴയത്തുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മഴ ഉണ്ട്, പക്ഷേ മഴയോടൊപ്പം ഫുഡും ഉണ്ട്. കൈലാടുന്ന നമ്മുടെ യാത്ര കൊളപ്പുള്ളി കല്ലിപ്പാടത്തേക്കാണ്. ഇത് കാർമൽ സ്കൂള്. ക്രിസ്ത്യൻ മിഷനറിക്ക് കീഴിലുള്ള ഈ സ്കൂളിലായിരുന്നു എൻ്റെ LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള പഠനം. ഈ സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇപ്പോൾ ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. ചോറ്റുപാത്രം, ചോറും മീനും. ഇവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വളരെ ആക്റ്റീവാണ്. മിക്ക ദിവസവും ഇവരുടെ റീൽസ് കാണാറുണ്ട്. അതുപോലെ തന്നെ അന്നന്ന് അവൈലബിൾ ആയിട്ടുള്ള ഫിഷസിൻ്റെ വില പട്ടികയും അവർ കൊടുക്കാറുണ്ട്. മീൽസ് റെഡി, ഊണ് തയ്യാർ. എന്നാൽ പിന്നെ ഒന്ന് ഊണ് കഴിച്ചേക്കാം അല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ അയില, മാന്തള്, വത്തള്, സിലോപ്പി, കിളിമീൻ, കേദര, ഹമൂറ്, കൂട്ടത്തിലെ കൊമ്പൻ, 1000 രൂപ വില വരുന്ന കാളാഞ്ചിയാണ്. ഇത് രണ്ടും കാളാഞ്ചി. ചോറും മീനിനും പുറമെ പൊതിച്ചോറ്, അതുപോലെ തന്നെ ബീഫിൻ്റെ കോമ്പോസായിട്ട് പൊറോട്ട, അതുപോലെ വട്ടപ്പത്തിരി, പഴംപൊരി ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ഞാനും അച്ഛനും കൈ കഴുകിയിട്ട് ഊണ് കഴിക്കാനിരുന്നു. നല്ല ആവി പറക്കുന്ന ചോറ്, അതോടൊപ്പം തന്നെ അവിയൽ, പിന്നെ ക്യാബേജ് ഉപ്പേരി, പിന്നെ നല്ല നാടൻ മാങ്ങ പെരുക്കുമുണ്ട്. അതോടൊപ്പം തന്നെ മാങ്ങ അച്ചാറും ഉണ്ട്. ഒരു പപ്പടത്തിൻ്റെ കുറവുണ്ട്. എനിക്ക് പൊതുവേ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ മന്തിയോ അല്ലെങ്കിൽ ബിരിയാണിയോ ഓർഡർ ചെയ്യാനാണ് ഇഷ്ടം. പക്ഷേ അച്ഛനെപ്പോഴും ചോറാണ് താല്പര്യം. എനിക്കും ഇടയ്ക്കൊക്കെ ചോറ് ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ കുഴി കുഴിച്ചോടത്തേക്ക് കുറച്ച് മീൻകറി അങ്ങോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ. സാമ്പാർ അവൈലബിൾ ആണ്, പക്ഷേ ഇവിടെ വന്നിട്ട് സാമ്പാർ കഴിക്കണ്ട, മീൻകറി കൂട്ടിയിട്ട് തന്നെ നമുക്ക് കഴിക്കാം. നല്ല മുളകിട്ട മീൻകറി, നല്ല പൊന്നിയരി ചോറും കൂട്ടിയിട്ട് ശരിക്കും പപ്പടത്തിന്റെ മിസ്സിങ് നന്നായിട്ട് അറിയുന്നുണ്ട് കേട്ടോ. നല്ല വിശപ്പോടുകൂടി അങ്ങോട്ട് കഴിച്ചു. തേങ്ങ ഇട്ട് വെച്ച കറി കേട്ടോ, അതിന്റെ ടേസ്റ്റ് എടുത്തറിയുന്നുണ്ട്. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഇലയിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരാളുടെ എൻട്രി. അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന കട്ട അരിപ്പായസല്ലേ അത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, അത് അവസാനം കഴിക്കാം. നമുക്ക് കുറച്ച് ക്യാബേജ് തോരനും ചോറും മീൻകറിയും കൂട്ടിയിട്ട് അങ്ങ് കഴിക്കാം. വേറെ കറികളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ മാങ്ങാപ്പെരുക്ക്, മാങ്ങയും തേങ്ങയും കൂടി ചേർത്തിട്ടുള്ള ആ പെരുക്ക്, അത് മാത്രം മതി എനിക്ക് ചോറുണ്ണാൻ. അതും പിന്നെ കുറച്ച് അച്ചാറും കൂടി ചേർത്തിട്ട് ഉരുള ഉരുട്ടിയിട്ട് ഇങ്ങോട്ട് കഴിക്കാം. ഒരു രക്ഷയില്ല എന്നുള്ള ഡയലോഗ് പറഞ്ഞാൽ ക്ലീശയായി പോവും. പക്ഷെ ഇവിടെ പറയാനുള്ള ഡയലോഗ് അത് തന്നെ, ഒരു രക്ഷയില്ല. അങ്ങനെ അതൊക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു ചേച്ചി പപ്പടമായിട്ട് വന്നു. ഹാവു ആശ്വാസം. ഇല്ല ചേച്ചി, നിങ്ങൾ എവിടെയായിരുന്നു? എത്ര സമയം കാത്തിരിക്കണം? ഞാൻ വിചാരിച്ചുള്ളൂ പപ്പടം വന്നില്ലല്ലോ എന്ന്. നീ മീന് വരട്ടെ. മീനെവിടെ? പിന്നെ അയിലേക്ക് തീർന്നു. ഒരു അയില. പിന്നെ ഇത് സിലോപ്പി എത്ര? ഒരു സിലോപ്പി ഒരു അയില. ഒരു സെറ്റ് അയിലയും സിലോപ്പിയും പറഞ്ഞു. ഇനി നമുക്ക് അവിയൽ കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം. പൊതുവെ വെജിറ്റേറിയൻ ഷാപ്പാടിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റം ആണല്ലോ അവിയൽ. മീൻകറിയോടൊപ്പം ചേർക്കാണ്ട ഞാനത് തന്നെ കഴിച്ചു നോക്കി. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ബൈ ദ വേ കുറച്ച് പുളിയഞ്ചി നമ്മുടെ ഇലയിൽ ഒഴിച്ചിട്ടുണ്ട്. അതെൻ്റെ കയ്യിൽ എവിടെയോ ആയിട്ടുമുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഇതുവരെ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ചോറും മീൻകറിയും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത മീൻ വന്നിട്ടുണ്ട്. നല്ല മസാലയൊക്കെ ഇട്ടിട്ടുള്ള സിലോപ്പിയും പിന്നെ അയിലയും. പക്ഷെ അയില കണ്ടു കഴിഞ്ഞാൽ മത്തിയുടെ വലിപ്പമുള്ളൂ കേട്ടോ. ഒരു സെറ്റ് അയില 2 എണ്ണം ഉണ്ട്. തണുപ്പുണ്ട്.
അയില സത്യം പറഞ്ഞാൽ അത്ര പോരാ. ഇതിനേക്കാളൊക്കെ എത്രയോ നല്ല അയിലകൾ നമ്മൾ കഴിച്ചുകൊണ്ടാവും. മുഖത്ത് വലിയ എക്സ്പ്രഷനൊന്നും വരുന്നില്ല ഇത് കഴിച്ചിട്ട്. അതൊന്ന് കഴിച്ചു നോക്കൂ. നല്ല ഹെവി മസാലയുണ്ട്. മസാല കൂടുതലാണ്. മീനൊക്കെ വന്നു. അതെ, തിക്ക മസാല വാരിയിട്ട് കണ്ടു. ചിലവർക്ക് അത് ഭയങ്കര മസാല വേണം എന്നുള്ളതുണ്ട്. എരിവ് കുറച്ച് കൂടുതലാണ്. മസാല ഫ്രൈ ആവാൻ എൻ്റെ ടേസ്റ്റ് ബഡ്സിനെ സംബന്ധിച്ചിടത്തോളം എരിവ് കുറച്ച് കൂടുതലാണ്. പക്ഷേ ഫിഷ് നല്ല ഫ്രഷാണ്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. മോരും മീനും വിരുദ്ധാഹാരമാണെന്നാണ് പൊതുവെ പറയുക. പക്ഷേ എന്തോ എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ. മോരല്ല, മെയിനായിട്ട് തൈരാണ് എനിക്ക് വേണ്ടത്. പക്ഷെ തൈര് കിട്ടിയില്ല. മോരിൽ കുളിച്ച് കിടക്കുന്ന ആ ചോറിൻ്റെ കൂടെ ഇത്തിരി മീനും കൂട്ടിയിട്ട് കഴിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. അങ്ങനെ എല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനി അവസാനം ഇത്തിരി പായസം, നമ്മുടെ അമ്പലത്തിലൊക്കെ കിട്ടുന്ന പോലത്തെ പായസമില്ലേ, അതങ്ങോട്ട് കഴിക്കാം. പായസത്തിൽ ഏലയ്ക്ക കുറച്ച് അധികം ഇട്ടു എന്നൊരു സംശയം. പക്ഷെ ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കഴിച്ച ഭക്ഷണം 90 രൂപയാണ് ഊണിന്. പിന്നെ സിലോപ്പി ഫ്രൈന് 160 രൂപ. അതുപോലെ ഒരു സെറ്റ് അയിലയ്ക്ക് 80 രൂപ. അങ്ങനെ ഇല തുടച്ച് കഴിച്ചു ഞാൻ. അങ്ങനെ ചോറ്റും പാത്രത്തിലെ ചോറും മീനും ഞാനും അച്ഛനും കഴിച്ചു. നന്നായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. മസാല കുറച്ചധികം ഉണ്ട്. നമ്മളങ്ങനെ അത്ര മസാലയുള്ള ഫിഷ് കഴിക്കാറില്ല, അതുകൊണ്ടാണ്. പക്ഷെ മസാല ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ഇവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. മസാല അവരങ്ങോട്ട് ഫ്രൈ ആക്കുന്നില്ല, അങ്ങനെ ഒരു അഭിപ്രായമാണ്. മസാല ഒരു സെമി കുക്ക് ആകുമ്പോൾ തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഫിഷിന്റെ മുകളിൽ മസാല കോട്ട് ചെയ്തിട്ട് സപ്ലൈ ചെയ്യണമെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നുന്നു. എന്തായാലും തിരക്കില്ല. ഫിഷ് ഫ്രഷ് ആണ്, അതിന്റെ ഒരു ഗുണമുണ്ട്. ഫിഷ് ഫ്രഷ് ആണ്, പിന്നെ അഫോർഡബിൾ ആണ് റേറ്റ്. ഐറ്റംസ് ഒക്കെ പൊതുവെ ഫിഷിന്റെ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ആണ്. ഇവിടെ അത്ര റേറ്റ് ഒന്നുമല്ല, അഫോർഡബിൾ ആണ്. എന്തായാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ഈസ് ക്വൈറ്റ് ഗുഡ്. ഇനിയിപ്പോൾ നമുക്ക് ഗസ്റ്റ് ആരെങ്കിലും വരുമ്പോൾ അവർക്ക് ഫിഷൊക്കെ കൂട്ടി കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരാം ധൈര്യമായിട്ട്. അതിനുവേണ്ടി തൃശ്ശൂരോ കോഴിക്കോടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇനിയിപ്പോൾ ചെറുതായിട്ടൊരു യാത്ര നമ്മുടെ പട്ടാമ്പിയിലേക്കൊന്ന് പോകാമെന്ന് വിചാരിക്കുന്നു, ഗരുഡ മാളിലേക്ക്. വീട്ടിൽ കുറച്ച് അർജൻറ്റ് പണി വന്നുകൊണ്ടാണ് വൈശാഖ് നമ്മളോടൊപ്പം ചോറ്റുപാത്രത്തിൽ ജോയിൻ ചെയ്യാതിരുന്നത്. പക്ഷേ ഗരുഡ മാളിലേക്കുള്ള യാത്രയിൽ അവനും നമ്മളോടൊപ്പം ഉണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വാടനാംകുറിശി മേൽപ്പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. അത് കുറച്ച് ഞെട്ടിക്കുന്ന കാഴ്ചയായിപ്പോയി. ഗുരുവായൂർ പാലക്കാട് റൂട്ടിലോടുന്ന ദർശൻ ബസ് ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്നു. 10ഓളം പേർക്ക് പരിക്കുണ്ട്. ആരുടെയും പരിക്ക് അത്ര ഗുരുതരമല്ല, ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അരമണിക്കൂർ മുമ്പ് നടന്നതാ, എന്തായാലും ഒന്ന് സൂക്ഷിക്കണ്ടേ. മേൽപ്പാലത്തിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഇവിടെ വെച്ചിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ, ഇവിടെ വെച്ചിട്ട് അടിച്ചിട്ടുണ്ട്, പാലത്തമ്പിൽ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് അങ്ങോട്ട് ഇറക്കിയിട്ടിരിക്കുക. ഓപ്പോസിറ്റ് ഏതാ അടിച്ചെന്നുള്ളത് അപ്പുറത്തെ സൈഡിലുണ്ടാവുക. അല്ല, അവന്റെ ഓപ്പോസിറ്റിൽ ആരോ അടിച്ചിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ അവിടെ കിടക്കുന്ന ടിപ്പറായിരിക്കും, അവിടെ ഫ്രണ്ടിൽ ടിപ്പർ കിടക്കുന്നുണ്ട്. ടിപ്പർ ആണോ ഇനി വേറെ ആണോ എന്ന് മനസ്സിലാവും. നല്ല ലോഡുള്ള ടണ്ണേജുള്ള വണ്ടിയോ ചെറിയ വണ്ടിയൊന്നും അടിച്ചാൽ അങ്ങനെ ഉണ്ടാവും. മൊത്തത്തിൽ ഞങ്ങളുടെ ചെളിഞ്ഞു. ഞങ്ങളുടെ പട്ടാമ്പിക്കാരെ സംബന്ധിച്ചോളം ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണിത്, മാൾ ഓഫ് ഗരുഡ. ഞങ്ങൾക്ക് അധികം മാൾസ് ഒന്നുമില്ല, ഒരു കോപ്പൻസ് മിനി മാളും പിന്നെ മാൾ ഓഫ് ഗരുഡയാണ് ഉള്ളത്. കുറേ ആയി ഇപ്പം ഇങ്ങോട്ട് വന്നിട്ട്. അങ്ങനെ എസ്കലേറ്ററിൽ കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ്. എന്തിനാ? സിനിമാസിലേക്ക്. എൻ്റെ പല വ്ളോഗുകളിലും ഗരുഡ മാൾ ഒരു സ്ഥിര സാന്നിധ്യം ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ത്രൂ ഔട്ട് വ്ളോഗ് ഇതുവരെ ചെയ്തിട്ടില്ല. അത് നമുക്ക് ഉടനെ ശരിയാക്കണം. എനിക്കിവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം ഇതാണ് കേട്ടോ, ഈ ഒരു പെയിൻറ്റിങ്. ഗരുഡയിൽ നമ്മളങ്ങനെ ഒരു സിനിമ കാണാൻ വിചാരിച്ച് വന്നതാണ്, ഉയിര്. ഇപ്പോൾ കുറേ ആയിട്ട് പോലീസ് ത്രില്ലേഴ്സ് ഒരുപാട് വരുന്നുണ്ടല്ലോ നമ്മുടെ മലയാള സിനിമയിൽ. ആക്ച്വലി ഞാൻ ഈ പടം മിസ് ചെയ്തു, ദൃഢം.
അത് വലിയൊരു മിസ്സായിരുന്നു. കാരണം ആ പടം നല്ല തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്നൊരു മൂവിയായിരുന്നു. പക്ഷേ കുറേ റിവ്യൂസ് കണ്ടപ്പോൾ പടം അത്ര പോരാന്ന് വിചാരിച്ച് മിസ് ചെയ്തു. അവസാനം അത് OTT വന്നപ്പോഴാണ് മനസ്സിലായത് അത് തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമായിരുന്നു. അപ്പോൾ അതേപോലെ ആണ് ഉയിർ എന്ന് പറഞ്ഞിട്ടൊരു പടം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. റിവ്യൂസ് കുറച്ച് ആവറേജ് ആണ്, ബട്ട് മേ ബി എനിക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ജിമ്മിൽ ഞങ്ങൾ ആബ്സിന് വർക്കൗട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു പെയിൻ ഉണ്ട് വയറിൽ. ആ പെയിൻ മാറ്റാൻ വേണ്ടി വൈശാഖ് മസാജിങ് മെഷീന് കയറിയിരിക്കുക. ഈ വയറ്റിൽ കുട്ടിയുണ്ടോ? ഈ ബ്രോ ആണ് ഈ റിലാക്സേഷൻ മെഷീനിന്റെ ഓപ്പറേറ്റർ. അങ്ങനെ വൈശാഖിൻ്റെ റിലാക്സേഷൻ കഴിഞ്ഞു. നീ യുദ്ധഭൂമിയിലേക്ക് ഞാനൊന്ന് കയറട്ടെ. ഞാൻ ക്യാമറ വൈശാഖിനെ ഏൽപ്പിക്കാം. നമ്മുടെ പട്ടാമ്പി ഗരുഡ മാളിൽ മാജിക് ഫ്രെയിംസിൻ്റെ മൂവീസ് ഉണ്ടല്ലോ ഫസ്റ്റ് ഫ്ലോറിൽ, അതിൻ്റെ നേരെ മുന്നിലായിട്ടാണ് റിലാക്സേഷൻ മെഷീൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് വന്നിട്ട് 5 മിനിറ്റിന് 60 രൂപയും 10 മിനിറ്റിന് 100 രൂപയാണ് ഇവരുടെ ചാർജ്. ഒരേ സമയം 4 പേർക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഉണ്ട് ഇവിടെ. അടിപൊളി, ഒരു സുഖം ഉണ്ടല്ലോ വൈശാഖ. ഇപ്പോൾ ഓടുന്ന പടങ്ങൾ ഉയിർ, അനന്തൻ കാട്, കോൺ സിറ്റി, സൂപ്പർ ഗേൾ. ഇതിൽ നമുക്ക് ഏത് കാണണം? നമുക്ക് ഉയിർ കാണാം. ഉയിർ അങ്ങനെ സിനിമയൊക്കെ കണ്ടിട്ട് വീടെത്തി. എന്താ പറയുക, ഒരു ടിപ്പിക്കൽ ത്രില്ലർ, പോലീസ് ത്രില്ലർ മൂവി അല്ല ആക്ച്വലി. ഇത് കുറച്ചും കൂടി ഒരു ഇമോഷണൽ സൈഡാണ്. അങ്ങനെ കാര്യമായിട്ടുള്ള ട്വിസ്റ്റൊന്നുമില്ല, ബട്ട് എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഒരു ഡിഫറെൻറ്റ് മൂവി. നോട്ട് എവറി വൺസ് കപ്പ് ഓഫ് ടീ, ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ്സ് മൈ കപ്പ് ഓഫ് ടീ. ഓക്കെ, സോ ഇന്നത്തെ ചോറും മീനും ചോറ്റുംപാത്രം കാഴ്ചകളും പിന്നെ ചെറുതായിട്ട് നമ്മുടെ ഗരുഡ മാളിലെ കാഴ്ചകളൊക്കെ ആയിട്ടുള്ള ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സോ കുറച്ച് വെറൈറ്റി കണ്ടൻസൊക്കെ നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.